നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് ഇന്നലെ രാജ്യസഭ സാക്ഷ്യം വഹിച്ചത്. സി സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ കന്നിപ്രസംഗമായിരുന്നു ഇന്നലെ രാജ്യസഭയിൽ നടന്നത്. അതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ കൃത്രിമ കാലുകൾ കണ്ടപ്പോൾ ചിലർക്ക് കലിയിളകിയത്. അതിൽ ആദ്യം കലിയിളകിയത് ജോൺ ബ്രിട്ടാസ് MP-ക്കാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തത് CPM ക്രൂരത കാരണമാണെന്ന് പറഞ്ഞ സി സദാനന്ദൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസടക്കം സഭയിൽ കൃത്യമായി തന്നെ അദ്ദേഹം ഉയർത്തി. ഈ പരാമർശത്തിനെതിരെയായിരുന്നു ഇടത് MP-മാർ വലിയ പ്രതിഷേധമുയർത്തിയത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ സന്ദേശം നൽകാനാണ് താൻ ശ്രമിച്ചതെന്നാണ് സദാനന്ദൻ മാസ്റ്റർ പിന്നീട് പ്രതികരിച്ചത്. രാജ്യസഭയിൽ രാഷ്ട്രീയ ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് തന്റെ കൃത്രിമ കാലുകൾ ഊരിയെടുത്ത് ഡെസ്കിൽ വെച്ച് സി സദാനന്ദൻ MP പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന CPM ആണോ 31 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കാൽ വെട്ടിയെടുത്തതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു സദാനന്ദൻ മാസ്റ്റർ തന്റെ കൃത്രിമ കാലുകൾ ഊരിയെടുത്ത് സഭയുടെ ഡെസ്കിൽ വെച്ചത്. എന്നാൽ അദ്ദേഹം പ്രസംഗം തുടങ്ങി കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഈ പ്രവൃത്തി സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് MP സഭാധ്യക്ഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. വളരെ രൂക്ഷമായി ഒരു പൊട്ടിത്തെറിയായിരുന്നു ഇന്നലെ ജോൺ ബ്രിട്ടാസ് സഭയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. സദാനന്ദൻ മാസ്റ്ററെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിലുള്ള രീതിയിലുള്ള പരാമർശങ്ങളും അതുപോലെ തന്നെ വളരെ അലറിക്കൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന ജോൺ ബ്രിട്ടാസ് MP ആയിരുന്നു ഇന്നലെ രാജ്യസഭയിൽ കാണാനായിട്ട് സാധിച്ചത്. തുടർന്ന് ചെയറിലുണ്ടായിരുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ആവശ്യപ്രകാരം സദാനന്ദൻ മാസ്റ്റർ ഡെസ്കിൽ വെച്ച കൃത്രിമ കാലുകൾ താഴ്ത്തിവെക്കുകയായിരുന്നു. ജോൺ ബ്രിട്ടാസിനെ അസഹിഷ്ണുതയാണെന്നും CPM അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പ്രസംഗത്തിൽ സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ തുടക്കമിട്ടത് സി സദാനന്ദൻ MP ആയിരുന്നു. സി സദാനന്ദൻ പ്രസംഗിക്കുമ്പോഴായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP ഉജ്ജ്വൽ നിഗമാണ് ഈ കൃത്രിമ കാലുകളെടുത്ത് മേശയ്ക്ക് മുകളിൽ വെച്ചത്. പിന്നാലെ ജോൺ ബ്രിട്ടാസ് ക്രമപ്രശ്നം ഉന്നയിച്ചു. അദ്ദേഹം ചാടി തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയായിരുന്നു. ഇത് സഭയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുടർന്ന് സഭാധ്യക്ഷൻ കൃത്രിമ കാലുകൾ താഴേക്ക് വെക്കാൻ നിർദ്ദേശിച്ചു. ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഉയർത്തി കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുള്ള പ്രസംഗത്തിന്റെ അവസാനമാണ് തനിക്ക് സഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ സാധിക്കാത്തതെന്നും CPM ക്രൂരത കാരണമാണെന്ന് സദാനന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തിയത്. പിന്നാലെയായിരുന്നു ഇടത് MP-മാർ വലിയ പ്രതിഷേധം സഭയിൽ ഉയർത്തിയത്. സദാനന്ദൻ മാസ്റ്റർ കള്ളം പറയുകയാണെന്നും ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. സദാനന്ദൻ കൃത്രിമ കാലുകൾ ഉപയോഗിക്കുന്നതിനും എതിരാണോ നിങ്ങളെന്ന് ബഹളത്തിനിടെ ജോൺ ബ്രിട്ടാസിനോട് സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ ചോദിച്ചിരുന്നു. അതായത് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ അദ്ദേഹം ആ വെപ്പുകാൽ ഉപയോഗിക്കുന്നതിനും എതിരാണോ ജോൺ ബ്രിട്ടാസ് MP എന്നാണ് സഭാധ്യക്ഷൻ ചോദിച്ചത്. സദാനന്ദനെതിരെയുള്ള ജോൺ ബ്രിട്ടാസിന്റെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സദാനന്ദനെ കള്ളം പറയുന്ന ആളെന്ന് വിളിച്ചത് പിൻവലിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് MP-യും പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് സദാനന്ദന്റെ പരാമർശങ്ങൾ നീക്കണമെന്ന് റഹീം MP-യും ആവശ്യപ്പെട്ടു. ഒരാളും അക്രമ രാഷ്ട്രീയത്തിലേക്ക് വരരുതെന്നാണ് ഉദ്ദേശിച്ചതെന്നും സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. സദാനന്ദൻ പ്രസംഗം തുടങ്ങിയതിന് പിന്നാലെയാണ് സഭയിൽ ഇടതംഗങ്ങളെല്ലാം തന്നെ കൂട്ടത്തോടെ പ്രതിഷേധം തുടങ്ങിയത്. ഇതിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് ചാടി എണീറ്റ് നിന്ന് വളരെ രൂക്ഷമായി പ്രതികരിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണ്. അദ്ദേഹം കാലുകൾ മേശപ്പുറത്ത് വെച്ചത് സഭാചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസ് MP-യുടെ ഈ ഒരു വിമർശനം. 200 CPM-കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അക്രമങ്ങളിലെ ഒരു പ്രതിയാണ് ഇപ്പോൾ സഭയിൽ ഇരിക്കുന്നതെന്നും ബ്രിട്ടാസ് സദാനന്ദൻ മാസ്റ്ററെ ചൂണ്ടിക്കാട്ടി മറുപടി നൽകി. എന്നാൽ ജോൺ ബ്രിട്ടാസിന്റെ സഭയിലെ വാദത്തിന് മറുപടിയായി 300-ലധികം സംഘപ്രസ്ഥാനങ്ങളിൽ ഉള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും സദാനന്ദൻ മാസ്റ്ററും തിരിച്ചു പറഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെയാണ് മേശപ്പുറത്ത് വെച്ചിരുന്ന കൃത്രിമ കാലുകൾ അവിടെ നിന്ന് മാറ്റാൻ രാജ്യസഭാ അധ്യക്ഷൻ സദാനന്ദൻ മാസ്റ്ററോട് ആവശ്യപ്പെട്ടത്. കാലുകൾ മാറ്റിയതിന് പിന്നാലെ സദാനന്ദൻ മാസ്റ്റർ സഭയിൽ ഗണഗീതം ആലപിക്കുകയും ചെയ്തു. ചർച്ചയ്ക്കിടെ കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും സദാനന്ദൻ വിമർശനം ഉന്നയിച്ചു. യുവാക്കൾ നാടുവിടുന്നത് മൂലം കേരളം ഒരു വൃദ്ധസദനമായി മാറുകയാണെന്നും
ശബരിമലയിൽ സർക്കാരിന്റെ അനുമതിയോടെ കൊള്ള നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പരാമർശങ്ങളും സഭയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഏതായാലും ഒരു കാലത്ത് CPM വെട്ടിയെടുത്ത ആ കാലുകൾക്ക് പകരം വെച്ചിട്ടുള്ള കൃത്രിമ കാലുകൾ കണ്ടപ്പോഴാണ് ജോൺ ബ്രിട്ടാസ് MP-ക്ക് കലിയിളകിയത്. ജോൺ ബ്രിട്ടാസ് MP-ക്ക് മാത്രമല്ല, ഇടത് MP-മാർക്കെല്ലാം കൂട്ടത്തോടെ കലിയിളകിയത്. ആ കാഴ്ചയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് അല്ലെങ്കിൽ രംഗങ്ങളാണ് ഇന്നലെ രാജ്യസഭയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് CPM, കോൺഗ്രസ്, RSS, BJP എന്നിവർ തമ്മിൽ പരസ്പരം നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ജീവൻ പൊലിഞ്ഞിരുന്നു. അതിനെ അതിജീവിച്ചവർ വളരെ കുറവാണ്. 1990കളുടെ തുടക്കത്തിൽ കണ്ണൂരിന് ഏറ്റവും കൂടുതൽ ലാഭകലുഷിതമായി RSS, BJP-യും CPM-ഉം തമ്മിലുള്ള കോൺഗ്രസും തമ്മിലുള്ള സംഘർഷങ്ങൾ അരങ്ങേറിയിരുന്നു. സംഘർഷഭരിതമായിരുന്ന ജില്ലയിൽ 1994-ൽ RSS, BJP ജനരക്ഷാ യാത്ര എന്ന പേരിൽ CPM അക്രമത്തിനെതിരെ പദയാത്ര നടത്തി. CPM-ന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലും യാത്ര കടന്നു ചെന്നു. തിരിച്ച് CPM-ഉം RSS, BJP-ക്ക് എതിരായുള്ള പ്രചാരണ പരിപാടി നടത്തിവരികയായിരുന്നു. കണ്ണൂരിലെ പല ഭാഗത്തും ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുമുണ്ടായിരുന്നു. പദയാത്രയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കോട്ടയിൽ കയറിയതിനോടുള്ള എതിർപ്പാണെന്ന് പറയുന്നു. സദാനന്ദൻ എന്ന സദാനന്ദൻ മാസ്റ്ററുടെ 2 കാലുകളും പിന്നീട് വെട്ടിമാറ്റപ്പെട്ടു. RSS ജില്ലാ സഹകാര്യവാഹായിരുന്ന സമയത്താണ് യുവാവായ സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ അക്രമത്തിനിരയാകുന്നത്. 1994 ജനുവരി 25 രാത്രി 8:20 സദാനന്ദൻ മാസ്റ്ററുടെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. 2 കാലുകളും വെട്ടേറ്റ് വീണ അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. ഇതിന് തിരിച്ചടിയായി 24 മണിക്കൂറിനകം നടത്തിയ തിരിച്ചടിയിൽ അന്ന് SFI സംസ്ഥാന നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന KV സുധീഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. പിന്നീട് ദിവസങ്ങളോളം കണ്ണൂർ സംഘർഷഭരിതമായി തുടർന്നു. രാജ്യസഭാ അംഗമായി രാഷ്ട്രപതിക്ക് 12 പേരെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യാം. അങ്ങനെയാണ് ശാസ്ത്രം, സാഹിത്യം, കല, സാമൂഹിക സേവനം എന്നിങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ പ്രത്യേക ജ്ഞാനമോ അനുഭവജ്ഞാനമോ ഉള്ളവരെയാണ് ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. നരേന്ദ്രമോദി സർക്കാർ 2014-ൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം കേരളത്തിൽ നിന്ന് ഇതുവരെ 3 പേരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഭരത് അവാർഡ് നേടിയ നടൻ സുരേഷ് ഗോപിയെയും ഒളിമ്പ്യൻ PT ഉഷയെയുമാണ് അദ്ദേഹം നേരത്തെ നാമനിർദ്ദേശം ചെയ്തത്. സുരേഷ് ഗോപി പിന്നീട് BJP സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിക്കുകയും ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് BJPക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാ ജയം സമ്മാനിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് പൂർണ്ണസമയ RSS, BJP പ്രവർത്തകനായ ഒരാളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. RSSലൂടെയാണ് സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തിയത്. ജന്മഭൂമി പത്രാധിപ സമിതി അംഗം, RSS എറണാകുളം വിഭാഗ് ഭൗതിക പ്രമുഖ്, രാഷ്ട്രസേവാ സമിതി സെക്രട്ടറി, ഭാരതീയ വിചാര കേന്ദ്രം, തൃശൂർ ജില്ലാ സെക്രട്ടറി തുടങ്ങി നിരവധി ചുമതലകളിൽ പ്രവർത്തിച്ചു.